ജൂപോർട്ട് നിങ്ങളിതേ പബ്ലിക് എക്സാം ഹിന്ദി പബ്ലിക് എക്സാം എഴുതാൻ ഇങ്ങനെ തൊട്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നിങ്ങൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ പതിയെ പതിയെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അതിലെ ഡിസ്കോഴ്സസ്, ഡയറി, ലെറ്റർ എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെ നോക്കി സെറ്റ് ആക്കുമായിരിക്കും. അതിന്റെ കൂടെ നമ്മൾ ലാസ്റ്റ് പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ചൗക്ക് എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ നിർബന്ധമായിട്ടും ആഡ് ചെയ്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഒരു 2-3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞുതരാം. ചൗക്ക് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. സോ മക്കളെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. സ്വാതി മിസ് ആണ്. റെഡി ആണല്ലോ. സോ ചൗക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏതായിരുന്നു? ദേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒരു കവിതയാണ് ആലോക് ധൻവ. ഓക്കെ, ആലോക് ധൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള കവിതയായിരുന്നു. അദ്ദേഹം എന്താണ് കുട്ടിക്കാലത്ത് കുറച്ച് ഓർമ്മകൾ പറയുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് കുറച്ച് സ്ത്രീകളുടെ കൂടെ ആയിരുന്നു, അവരായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കവിതയായിരുന്നു. ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് ഇതേ ഇവിടെ ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ആരും സ്കിപ്പ് ചെയ്യേണ്ട, വീഡിയോ കംപ്ലീറ്റ് കണ്ടോ. മിസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ പറഞ്ഞുതരാം. സോ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ മാറിയതാണല്ലേ കഴിഞ്ഞ വർഷം മുതൽ. സോ ആ മാറിയിട്ടുള്ള പാറ്റേണിൽ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനും ഒക്കെ ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ 2 മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മിസ് ആദ്യം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ, 2 മാർക്കാണ്. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോളൂ. ബഡേ ഷഹർ കെ ബേതർതീബ് ചൗക്ക് കവി ने ऐसा क्यों कहा होगा? ബഡേ ഷഹർ കെ ബേതർതീബ് ചൗക്ക് എന്ന് പറഞ്ഞാൽ ആ വലിയ നഗരത്തിലെ തിരക്കു പിടിച്ചിട്ടുള്ള ഒരു ജംഗ്ഷൻ. എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കോ മിസ്, ഇതേ ഹിന്ദിയുടെ മലയാളവും ക്ലിയർ ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ നോക്കിയോളൂ. ബഡേ ഹോനെ പർ കവി ബഡേ ബഡേ ഷഹറോ മേ ജാനെ ലഗെ. വലുതായതിനു ശേഷം കവി വലിയ വലിയ പട്ടണങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വഹാം ACB കുച്ച് ചൗക്ക് ജഹാം ഗാഡിയാം ഇധർ ഉധർ ഘൂംതി രഹതി ഹേ. എങ്ങനെയായിരുന്നു ആ സ്ഥലം? വണ്ടികളൊക്കെ അല്ലെ, വാഹനങ്ങളൊക്കെ അവിടേക്ക് ഇവിടേക്കൊക്കെ തിരക്ക് പിടിച്ച് പൊക്കോണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷൻ ആയിരുന്നു അല്ലെ, ഒരു സ്ഥലമായിരുന്നു. ഈ ദൃശ്യകോ ദേക്കർ, ഈ ദൃശ്യം ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ്, ഈ ദൃശ്യം കണ്ട സമയത്താണ് കവി പറഞ്ഞിരിക്കുന്നത് ബഡേ ഷഹർ കെ ബേതർതീബ് ചൗക്ക്, വലിയ നഗരത്തിലെ തിരക്കു പിടിച്ച ജംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് മിക്കവാറും ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. സോ അർത്ഥാത് കിസി നിയന്ത്രൺ കെ ബിനാ ഖാഡിയാം ചൽത്തെ വാലെ ചൗക്ക്. എന്താണ് ഒരു നിയന്ത്രണവും ഇല്ലാതെ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു ജംഗ്ഷൻ എന്നാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. റെഡി ആണല്ലോ. അതേപോലെ തന്നെ നോക്കിയോ, 2 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. കവിത കെ ആധാർ പർ കവി കെ സ്കൂളി ജീവൻ പർ ടിപ്പണി ലിഖേ. കവിതയുടെ അടിസ്ഥാനത്തിൽ കവിയുടെ സ്കൂൾ ജീവിതത്തിനെ കുറിച്ച് ഒരു കുഞ്ഞു ടിപ്പണി തയ്യാറാക്കാൻ ചിലപ്പോൾ പറയും. എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അവിടെ? ദേ നോക്കിയോ, കവിനെ അപ്നെ കസ്ബെ കെ സ്കൂൾ മേം പ്രവേശ് ലിയാദാ, അല്ലെ ഒരു സ്കൂളിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു തന്റെ പട്ടണത്തിലെ. മാ മുൻഹെ കുച്ച് സ്ത്രീയോം കെ സാത്ത് സ്കൂൾ ബേജ്തി തി. അമ്മ കുറച്ച് സ്ത്രീകളുടെ കൂടെ ആയിരുന്നു അദ്ദേഹത്തിനെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. സ്ത്രീയോം നെ ഹി കവി കോ ചൗക്ക് പാർ കർനാ സിഖായ. കവിയെ ചൗക്ക് മുറിച്ചു കടക്കാൻ അല്ലെ പഠിപ്പിച്ചത് സ്ത്രീകളായിരുന്നു. കുച്ച് ദിനോം കെ ബാദ്, കുറച്ച് ദിവസത്തിന് ശേഷം വേ സ്വയം സ്കൂൾ ജാനെ ലഗെ, അദ്ദേഹം സ്വയം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഫിർ ശേഷം ഉൻഹെ കുച്ച് ദോസ്ത് മിൽ ഗയെ, കുറച്ച് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ആഖിർ വേ അപ്നെ ദോസ്തോം കെ സാത്ത് വിഭിന്ന രാസ്തോം മേ സ്കൂൾ ജാനെ ലഗെ. അതിനുശേഷം അദ്ദേഹം ആ കൂട്ടുകാരുടെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെയൊക്കെ അല്ലെ, പുതിയ പുതിയ വഴികളിലൂടെ സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നന്നാക്കി പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണ്. നെക്സ്റ്റ് നോക്കുകയല്ലേ എന്നാ നമ്മള്. യെസ്, കവിതയാണ്. കവിതയിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സഹി മിലാൻ ഖരേ, വിച്ച് മീൻസ് എന്താണ് അതിന്റെ അർത്ഥം? മാച്ച് ദി ഫോളോയിങ് ആണ്. സഹി മിലാൻ ഖരേ എന്ന് പറഞ്ഞാല് മാച്ച് ദി ഫോളോയിങ് ആണ്. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ. ഇത് ഈ ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് റോങ് ആയിട്ടാണ്, അത് തെറ്റാണ്. നമ്മൾ അത് സഹി ആക്കിയിട്ട് എഴുതണം, ശരിയാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇന്റസാർ കർണ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ കർണ അല്ലെ, കാത്തിരിക്കുക. ഹവാലെ കർണ സൗപ്പ് തേന എന്നാണ് അർത്ഥം. ദാഖിലാലേന പ്രവേശ് കർണ പ്രവേശിക്കുക. ചോഡ് ആന എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക അല്ലെ, ഉപേക്ഷ് കർണ എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. നന്നാക്കി പഠിച്ചു വെക്കുക. കവിതയിൽ നിന്നും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ റെഡി ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ എന്നാല്. റെഡിയാണ്? യെസ്. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതും റിപ്പീറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാത്ത
ഒരു പേപ്പറും ഒരു എക്സാമും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതാണ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. സമാൻ ആശയ വാലി പംക്തിയാം ചുൻകർ ലിഗേ, വിച്ച് മീൻസ് എന്താണ് അർത്ഥം? സെയിം അർത്ഥം വരുന്ന വരികള് കണ്ടെത്തി എഴുതൂ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കുറച്ച് അർത്ഥങ്ങൾ തരും. അർത്ഥങ്ങൾ തന്നിട്ട് അതേ അർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാറ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കോ. യെസ്, ഉൻ മഹിളാവിനെ മുജെ കഠിനായോം കോ പാർ കർനെ മേ മദദി. ആ സ്ത്രീകളാണ് എന്നെ എന്താണ് ബുദ്ധിമുട്ടുകൾ മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ആദ്യത്തെ അർത്ഥം. അടുത്ത അർത്ഥം ചോട്ടെ ഷഹർ കെ സ്കൂൾ മേ മേരി ഭർത്തി ഹുയി. ആ ചെറിയ എന്താണ് പട്ടണത്തിലെ സ്കൂളിൽ എന്നെ ചേർത്തു. അടുത്തത് അസ്ത് വ്യസ്ത് ചൗരാഹോം കോ പാർ കർത്തെ സമയ മുജെ ഉൻ സ്ത്രീയോം കി യാദ് ആത്തി ഹേ. എന്താണ് തിരക്ക് കയറിയിട്ടുള്ള ജംഗ്ഷൻ മുറിച്ചു കടക്കുന്ന സമയത്ത് എനിക്ക് ആ സ്ത്രീകളുടെ ഓർമ്മ വന്നു. ലാസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? സ്ത്രീ മുജെ പ്രതീക്ഷ കർണ സിഖായ. സ്ത്രീകൾ എന്നെ എന്താണ് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു. ഈ 4 മലയാളം മീനിങ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ അർത്ഥം വരുന്ന വരികൾ ഏതാണ് എന്നാണ് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ വരികൾ ഇതേ മിസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 4 അർത്ഥങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആ 4 അർത്ഥവും വരുന്ന വരികൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും 4 എണ്ണവും പഠിച്ചു വെക്കുക. എക്സാമിന് 4 എണ്ണം ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഒക്കെ വരികയുള്ളൂ, 2 വരിയുടെ അർത്ഥമൊക്കെ. സോ ഒരിക്കലും സ്കിപ്പ് ചെയ്യണ്ട, നന്നാക്കി പഠിച്ചോ. ഈ ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ റെഡി ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന്റെ മക്കള് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. റെഡിയാണ്? ചൗക്ക് എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, സ്കിപ്പ് ചെയ്യണ്ട, നന്നാക്കി പഠിച്ചോ. സോ മക്കളെ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയാക്കി പഠിച്ചോ. വിരലിൽ എണ്ണാവുന്ന 2 ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിന്. ലൈവും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരുന്നുണ്ട് നമ്മള്. സോ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക, അടിപൊളിയാക്കി പഠിക്കുക. സോ മക്കളെ താങ്ക് യു സോ മച്ച്.